14-ാം രാവിന്റെ ഈ വേദിയിലേക്ക് ഇനി ഞാൻ ആരെയാ വിളിക്കുക? അമീൻ, നമുക്ക് പാടിയാലോ? എനിക്ക് പാടണം. എനിക്ക് പാടണമെന്നോ? അന്ന് ഓടി വാ. അപ്പോ ഈ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ ഇവിടെ ഇരുത്തിയിട്ട് അസദ് ഓടി വന്നത് 5 സ്റ്റാറിൽ ഒരാളാവാൻ വേണ്ടിട്ടാ? അതെ അതെ. ആഹാ, പാട്ടൊക്കെ പഠിച്ചോ? ശരിക്കും പഠിച്ചോ? ശരിക്കും പഠിച്ചോ? ആരാ ഈ പാട്ട് സെലക്ട് ചെയ്തതെന്ന്? അത് 3 പേരാണ്. ഗുരു അനീഫ മുടിക്കോടും പിന്നെ ഗഫൂർ ജ്യേഷ്ഠനും കൂടിയാണ് ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് അസദിനെ അങ്ങോട്ട് വിട്ട അല്ലേ? ഏത് ക്ലാസ്സിലാ പഠിക്കണ അസദ്? 4th-ലാ. ഏത് സ്കൂളിലാ? GLP സ്കൂൾ പൂക്കോട്ടൂർ ഓൾഡ്. ആഹാ, അവിടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ ഞാൻ 14-ാം രാവിലെ പോവാണ് സ്റ്റാർ ആവാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞോ? ഇല്ലേ? ടീച്ചർ പറഞ്ഞപ്പോ കേട്ടു. ടീച്ചർ പറഞ്ഞപ്പോ കുട്ടികൾ കേട്ടു അല്ലേ? ടീച്ചർ പറഞ്ഞപ്പോ. അസദേ മോനെ, ഡ്രസ് എന്തായാലും കലക്കി. അപ്പം മോന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മദറും പിന്നെ ജ്യേഷ്ഠനും. അതെ അല്ലേ? ശരി, അപ്പം ഇവിടെ ഏത് പാട്ടാ പാടാൻ പോന്നെ? തകർത്താളിയിടണം. ആ, ഓക്കെ. അപ്പം പിന്നെ എനിക്കൊന്ന് അസദാണ് നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ്. അപ്പം യങ്ങസ്റ്റ് കണ്ടസ്റ്റന്റിന് 14-ാം രാവ് സീസൺ 2-ലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇവിടെ കുറെ മറ്റ് 24 കണ്ടസ്റ്റന്റ്സിന് ഒരു വലിയൊരു കോമ്പറ്റീഷൻ തന്നെ ആവട്ടെ അസദ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തകർത്ത് പാട്. ഓക്കെ, താങ്ക് യു ഷാൻ സർ. അപ്പോ അസദ് നല്ലോണം പാടണം. 5 സ്റ്റാറിൽ ഒരാളാവണം അല്ലേ? ഓക്കെ, നല്ലോണം പാടൂല്ലേ? ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. തകർത്താളിടണം എൻ പാപമല്ല, സുഖസ്ഥിതിദാതുയർ സ്ഥാനത്തിലല്ല. പകൽ രാവിൽ
അസഹദേ നല്ലോണം പാടിയോ? കുഴപ്പമില്ലാതെ പോണേ. കുഴപ്പമില്ലാണ്ട് പാടിയോ? ഇതിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് വെച്ചായിരുന്നോ? ഇല്ലേ? എനിക്ക് വയ്യ. പ്രാക്ടീസ് ചെയ്ത് അതേപോലെ തന്നെ പാടിയില്ലേ? ഈ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ വായ പൊളിച്ചിരിക്കുക. ഇതാരീ പാടുന്നേന്ന് ചോദിച്ചിട്ട്. പേടിയുണ്ടായോ ഇവരുടെ അടുത്ത് വന്ന് ആദ്യം ഇരുന്നപ്പോ പാടുന്നതിന് മുന്നേ? ഇല്ലേ? ഒരു പേടി ഉണ്ടായില്ല? അതെന്താ? ഒന്നുമില്ല. ഇവരെ പേടിയൊന്നുമില്ല അല്ലെ? എനിക്ക് ഇവരെ പാടി തോൽപ്പിക്കാൻ പറ്റുമെന്ന് അറിയായിരുന്നു അല്ലെ? ഇവർക്ക് കൊടുക്കണോ 5 സീറ്റിൽ ഒരെണ്ണം, അതോ അസദിന് വേണോ ഒരെണ്ണം? എന്തിനാ ഇങ്ങോട്ട് വന്നേ? 5 സ്റ്റാറിൽ ഒരാളാവാൻ. 5 സ്റ്റാറിൽ ഒരാളാവാനാ? 5 സ്റ്റാറിൽ ഒരാളായാൽ മാത്രം മതിയോ? സുൽത്താനാണ്. ആഹാ പോരാ, എനിക്ക് സുൽത്താനാണെന്ന്. അയ്യടാ, കേട്ടോ ഇതൊക്കെ? 5 സ്റ്റാറും സുൽത്താനും ഒക്കെ വന്ന് തട്ടിക്കൊണ്ട് പോകും. അപ്പൊ ഇനി നമുക്ക് പാട്ടിന്റെ കാര്യം ചോദിച്ചു നോക്കാം അല്ലെ? ഇഷ്ടപ്പെട്ടോന്ന് അറിയണ്ട, എന്നിട്ട് വേണ്ട ഇവര് വേണ്ട സ്റ്റാർ ആക്കാൻ. ചോദിച്ചു നോക്കാം നമുക്ക്. ഓക്കെ അസദേ, ഈ 5 സ്റ്റാറിൽ ഒരാളായാലും എന്തായാലും പരിപാടി തീരൂല. അവിടെ നിന്ന് ഇനിയും അങ്ങോട്ട് പരിപാടി തുടങ്ങുകയുള്ളൂ. പിന്നെ മോനെ മൈക്ക് പിടിക്കുന്ന കാണാൻ നല്ല രസം. താങ്ക് യു. അതായത് നമ്മളൊക്കെ ഈ വെയിറ്റുള്ള എന്തോ എടുത്തിട്ട് പിടിക്കുന്നവരാ, 2 കൈ കൊണ്ട് പിടിച്ചിട്ട് ഇതാണെങ്കിൽ ഇതിപ്പം വീഴും എന്നുള്ള രീതിയിലാണ് അസദ് പിടിക്കുന്നത്. അത് അസദ് മൈക്കും പിടിച്ച് നിൽക്കുമ്പോൾ മൈക്കാണോ വലുത് അസദാണോ വലുതെന്നാണ് ഞാൻ നോക്കുന്നത്. മോൾ എന്തായാലും നന്നായിട്ട് പാടി. ഇടയ്ക്ക് ഒന്ന് ടെമ്പോ ഒന്ന് മിസ്സായി, പക്ഷെ എന്നാലും മോൻ നല്ല കഴിവുള്ള കുട്ടിയാട്ടോ. ഇനി അങ്ങോട്ടും ഈ കഴിവ് വളരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഷാൻ സർ. സിബില മാം. മോനെ, അള്ളയാണ് മോൻ ഈ കഴിവ് തന്നത്. എല്ലാരും ഒന്ന് കൈയടിക്കുക. അല്ലാതെ ഇത്ര ചെറിയ വയസ്സിൽ എങ്ങനെ പാടാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. ഈ 8 വയസ്സിൽ ഇങ്ങനെ പാടാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അള്ളാ തന്നത് തന്നെയാണ്. മോന്റെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ ഇപ്പൊ തന്നെ ദൈവം കേട്ട് കഴിഞ്ഞു. നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുമ്പോഴേക്ക് ദൈവം കേട്ട് കഴിഞ്ഞു. പാവെല്ലാം ക്ഷമിക്കുന്നവനാണ് അള്ളാ. മോന്റെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോൻ നല്ലൊരു പാട്ടുകാരനാവട്ടെ. എത്രയോ മുന്നോട്ടേക്ക് മോൻ പോകാനുണ്ട്. പക്ഷെ ഇത്രയും ചെറുപ്പത്തിൽ മോൻ ഇത്രയും നന്നായി പാടുന്നതുകൊണ്ട് വളരെ സന്തോഷം. ഓക്കെ മോനെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിബില മാം. ഇനി ആരോടാ ചോദിക്കണ്ടേ? ഫൈസൽ സർ. ഫൈസൽ സാറിനോട് ചോദിക്കണോ? ഫൈസൽ സാർ, ഞാൻ ഈ ഷാൻ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. കാരണം ഈ മൈക്ക് വീണു പോവോ അങ്ങനെ ഒരു ടെൻഷനിലായിരുന്നു. അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ഏതായാലും മൈക്ക് ഇത്ര ചെറുതായത് നന്നായി. പിന്നെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ MS ബാബുരാജ് ട്യൂൺ ചെയ്തതാണെന്നും ഏവിക പാടിയതാണെന്നും ഇപ്പോൾ അഷദിനോട് പറഞ്ഞ കാര്യമല്ല. കാരണം അഷദ് അതൊന്നും അഷദിന്റെ വിഷയമല്ല ഇവിടെ. അതാണ് ഈ പ്രായത്തിലെ ഒരു പാട്ടുകാരുടെ ഒരു പ്രശ്നം. ഏതായാലും മോനെ, പിന്നെ ഏവിക്കയുടെ ഒരുപാട് പാട്ട് ആളുകളൊക്കെ പാടാറുണ്ട്. ഏവിക്കയുടെ പിന്നെ ജനപ്രിയമായ ഒരുപാട് ഗാനങ്ങൾ, ഇപ്പം മമ്പുറപ്പൂ മക്കാമ്, പകൽ നിശാനി ആലം, അതൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ പകൽ നിശാനി ആലം ഒരു വരി എനിക്ക് പാടിക്കൊണ്ട്. പകലൻ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക്ക് സമാനൂന. പകലൻ നിശാനി ആലം പരിപാലക സഹായ മഖ്ലൂഖ് ജിൻ ഇൻസാന മലക്ക് സമാനൂന. ഏവിക്കയുടെ പാട്ടാണ് നമുക്ക് പഥ്യം അല്ലേ? ഏവിക്കയുടെ പാട്ട് ഇതിപ്പോ തകർത്താളിരണം ഏവിയുടെ മനോഹരമായ ഒരു പാട്ടാണ്. പക്ഷെ ഇതൊന്നും ആരും വേദിയിൽ അങ്ങനെ പാടാറില്ല. കാരണം പാടാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് മോന്റെ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം അത്ര ബുദ്ധിമുട്ടായ ഒരു ബാബുക്കയുടെ ഒരു വല്ലാത്ത ഒരു ക്രിയേഷനാണ് ഈ പാട്ട്. ഏതായാലും അത് മോൻ
എന്താ പറയാ ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. അപ്പൊ നമുക്ക് പോവാം. പോയിരിക്കാം അവിടെ. മാർക്ക് വേണ? മാർക്ക് വേണ? വേണം. വാങ്ങിച്ചേക്കാല്ലേ, ഏതായാലും വന്ന് പാടിയതൊക്കെയല്ലേ അല്ലേ? നമുക്ക് ഫൈസൽ സാറിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം, 30-ൽ എത്ര മാർക്കാ അസദിന് തരുന്നേന്ന്. ഫൈസൽ സർ? 25.5 മാർക്ക്. ഔട്ട് ഓഫ് 30, 25.5 മാർക്സ് ആണ് ഫൈസൽ സാർ നൽകിയിരിക്കുന്നത്. താങ്ക് യു സർ. സിബ്ല മാം? മോന് 25.5 മാർക്ക് തന്നെ. ഓക്കെ, ഔട്ട് ഓഫ് 30, 25.5 മാർക്സ്. താങ്ക് യു മാം. ഷാൻ സർ? അസദ്, ഈ ഡ്രസ് ആരാ സെലക്ട് ചെയ്ത് തന്നത്? ജ്യേഷ്ഠൻ. ജ്യേഷ്ഠൻ. അതെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? സാരല്ല, പോട്ടെ, കുഴപ്പമില്ല, ടെൻഷൻ അടിക്കില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം മോന് അവിടെ ഒരു മൈക്ക് സ്റ്റാൻഡും കൂടി തരാൻ ഞാനിവിടെ പറയാം. അതാകുമ്പോ അത്രയും ടെൻഷൻ അങ്ങ് കുറഞ്ഞു കിട്ടും. വെയിറ്റും അത്രയല്ലേ ഉള്ളൂ. മോനെ അത് പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടോ? ഇല്ല. ശരി, 25.5. ഓക്കെ, ഔട്ട് ഓഫ് 30, 25.5 മാർക്സ് ആണ് ഷാൻ സാർ നൽകിയിരിക്കുന്നത്. ഔട്ട് ഓഫ് 90, 76.5 മാർക്കാണ് അസദിന് ഈ റൗണ്ടിൽ സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അസദേ, ഒരു കൈ തന്നെ. കൺഗ്രാറ്റ്സ്. ഇനിയിപ്പോ നമുക്ക് ആ 5 സ്റ്റാറിൽ 1 സ്റ്റാറായിട്ട് ഓട്ടിക്കേറി പോയിരിക്കണം. എന്നിട്ട് സുൽത്താൻ ആവണം അല്ലേ? ഇവരോട് ചോദിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ടെന്ന് ഒന്ന് ചോദിച്ചേ. ചോദിച്ചേ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ട് എന്ന് ചോദിച്ചേ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ട്? എങ്ങനെയുണ്ടായിരുന്നു എന്റെ പാട്ട്? അടിപൊളി കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യവും നല്ലോണം പാടണം. എന്നാലും നമുക്ക് സുൽത്താനാവാൻ പറ്റുള്ളൂ. 5 സ്റ്റാർ കിട്ടിയോ ഇല്ലേന്ന് അറിയില്ല നമുക്ക്, അല്ലേ? ഇനി 10 മാർക്കും കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ. ഓർമ്മയുണ്ടോ അത്? ഓക്കെ, അപ്പൊ അടുത്ത പാട്ട് നല്ലോണം പഠിച്ച് നല്ല മിടുക്കനായിട്ട് പാടണം. ഓക്കെ, ബൈ.